തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ഹെൽത്തിയുമായ ഒരു സ്നാക്സാണ്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൻ കാണും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഈ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുക്കി വരട്ടെ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടുമ്പോഴില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ശർക്കരയാണ്. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ശർക്കര ഒഴുകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് നല്ലോണം ഉരുക്കിയെടുക്കണം. ശർക്കര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഒരു പഴം ഒന്ന് അരച്ച് ചേർക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഞാലിപ്പൂവൻ പഴമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാളയംകുടം പഴമാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഞാലിപ്പൂവൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല പഴുത്ത പഴം തന്നെ യൂസ് ചെയ്യണം. ഇതിലേക്ക് പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ആ നെയ്യും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്